സ്ത്രീ സങ്കടങ്ങളെ സൂക്ഷ്മമായി കണ്ടെത്താനാകുന്നത് കവികൾക്കാണെന്ന് പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിൽ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാത്ത പുരുഷന്റെ പ്രതീകമാണ് രാമായണത്തിലെ ശ്രീരാമൻ. സ്ത്രീ സങ്കടങ്ങളെ ഭർത്താവിനേക്കാൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കവികൾക്കാണെന്നും വയലാർ ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു. കണക്ക് തെറ്റിയാൽ കവിത തെറ്റും, രണ്ടും കൂടെ വേണം. അവസാനം എല്ലാം കഴിയുമ്പോൾ എല്ലാം ശൂന്യമാകുന്ന സ്ഥിതിയിൽ ജീവിതം കണക്കായിരുന്നോ കാവ്യമായിരുന്നോ തീരുമാനിക്കാൻ പോലും പക്ഷേ നമുക്ക് കത്തിയില്ലാൻ കഴിയും. അപ്പം ജീവിതത്തിൽ സൗന്ദര്യം ആസ്വദിക്കുക, കണക്ക് കൂട്ടുക. അത് പറഞ്ഞു തരാൻ കുറേ അധികം പേര് എൻ്റെ മുമ്പേ പോയതുകൊണ്ടും എൻ്റെ കൂടെ ഇരിക്കുന്ന ഇവരും എനിക്ക് കേൾക്കാനോ എഴുതാനോ കാണാനോ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ എത്രയും പേര് ഇവിടെ കൊണ്ട് അവരെല്ലാം നമിച്ചുകൊണ്ട് അവർ പറയുന്നതും കേട്ടുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിളച്ച് പറയുന്നതും ഒക്കെ നിങ്ങൾ കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ അത് വലിയൊരു വിശ്വാസമാണ്. അത് നിസ്സാരമല്ലത്. കാര്യം അമ്മ മകനോട് ചോദിക്കുന്നതും മകൻ അമ്മയോട് ചോദിക്കുന്നു എന്താണ് എന്നറിയാൻ ഒരു പക്ഷേ ഇടനിലയിൽ ഒരു അക്ഷരം ഉണ്ടായിരുന്നു തന്നെയാണ് അവിടെ ആ സ്ഥലത്തേക്ക്. അച്ഛൻ കരയുന്നത് ആരും കണ്ടിട്ടില്ല. അമ്മ കരയും, അമ്മ കരയുന്നത് നമ്മൾ കാണുകയും ചെയ്യും. പക്ഷെ ആ കണ്ണീരിന് വിലയുണ്ടില്ല എന്നല്ല, പക്ഷെ അച്ഛൻ്റെ കണ്ണീരിന് വേറെ വിലയുണ്ട്. വീരാൻകുട്ടി, മാധവൻ പുറച്ചേരി, CM വിനയചന്ദ്രൻ, സജിത, അനിൽ കോട്ടയം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കലാസാംസ്കാരിക കമ്മിറ്റി ചെയർമാൻ സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. ജൈവകൃഷി കമ്മിറ്റി കൺവീനർ PV സുരേന്ദ്രൻ സ്വാഗതവും ഏളത്ത് കമ്മിറ്റി കൺവീനർ NP തമ്പാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.